Hey guys, welcome back to my vlog MBNA. അപ്പോൾ നമ്മൾ തക്കാളി ഉള്ളി ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തുണ്ടാക്കി എന്ത് പരീക്ഷിച്ച് ഞാൻ കുളവാക്കാൻ പോകുന്നതായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കുളവാക്കായിട്ടിരിക്കുന്ന ഐറ്റമാണ് കിഴങ്ങ് കൊണ്ടൊരു ചിപ്സ്. ചിപ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കറക്റ്റ് പറയാൻ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ലേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതും ബ്ലൂ കളർ. ഇതിന് മുൻപ് നമ്മൾ റെഡ് കളർ ഉണ്ടാക്കി നമ്മൾ വേറെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ താഴെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ബ്ലൂ കളർ ഉണ്ടാക്കാമോ, അതുപോലെ തന്നെ ഗ്രീൻ കളർ ഉണ്ടാക്കാമോ എന്ന് കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് താഴെ തന്നെ നമുക്ക് കിഴങ്ങാണ്. കിഴങ്ങൊക്കെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. കുറേ ഞാൻ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കളർ പോയത്തേക്ക് വെള്ളത്തിലിടാം. ഇതേപോലെ നമ്മളൊരു 5 കിഴങ്ങാണ് എടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കിഴങ്ങുകളുടെ തൊലി പൊളിക്കുന്നതേ ഉള്ളൂ, നമ്മളല്ല പൊളിക്കുന്നത്. തൊലി വേറെ അസിസ്റ്റൻ്റ് ഉണ്ട്, നമ്മുടെ അമ്മൂമ്മ പുള്ളിക്കാരിയുടെ പൊടിച്ചോണ്ടിരിക്കുന്നുള്ളൂ. കിഴങ്ങ് ബാക്കിയുടെ കൊണ്ടുവന്നിടുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല നമുക്ക് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ സാധാരണ ലേസ് ഉണ്ടാക്കുന്നവർ ചെയ്യുക എന്ന് പറയുന്നത് ഒനിയൻ പൗഡർ, ഗാർലിക് പൗഡർ ഒക്കെ പൊടിയായിട്ട് ഇവർ വറുത്ത് പോയതിന് ശേഷം എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു പൊടി എല്ലാ കടകളിലും കിട്ടണമെന്നില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. പൊടി ഉണ്ടാക്കുകയല്ല, നമ്മൾ പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സവോള, ഞാനിപ്പോൾ 2 സവോള എടുത്തിട്ടുണ്ട്. 2 സവോള 4ആയിട്ട് കട്ട് ചെയ്ത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമുക്ക് ആവശ്യത്തിന് 10 അല്ലി നമ്മുടെ വെളുത്തുള്ളി, പിന്നീട് 2 വലിയ തക്കാളി. പക്ഷേ നമ്മൾ 1 തക്കാളി മാത്രമാണ് ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ്. ആദ്യമായിട്ട് മല്ലിപ്പൊടി, ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇടാവും, കാരണം എരിവ് കഴിക്കും. നമ്മൾ ബ്ലൂ എന്ന് പറഞ്ഞാൽ സ്പൈസാണ് എന്നും പറഞ്ഞ് വാരിക്കോഴി ഇടരുത്. ഇപ്പോൾ ഒരുപാട് എരിവ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഒഴിവാക്കാം. പച്ചമുളക് വേണമെങ്കിൽ മാത്രം ഇടാം. ഇവിടെ ഇപ്പം ഞാൻ 1 പച്ചമുളക് ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് മുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി. ഇനി അടുത്തത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചെയ്ത് തോനെയാണോ എന്നെങ്കിൽ മാത്രമേ നമുക്ക് മസാല നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിച്ച് കലക്കുകയാണ്. അപ്പം കിഴങ്ങിന് നമുക്ക് തോനെ ഇട്ടെങ്കിലേ പിടിക്കത്തുള്ളൂ. തോനെ ഉപ്പ് ഇടാം. എന്നും പറയുമ്പോൾ ഒരുപാട് തോനെയങ്ങാറില്ല. തോനെയെന്ന് പറയാൻ മനസ്സിലാവുന്ന ഭാഷ പറയാം. ഒരുപാട് ഉപ്പ് വേണം എന്നും പറഞ്ഞ് ഒത്തിരി ഇടാനും പാടില്ല, ഒരു മീഡിയം രീതി. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ഇനി അടുത്തത് നമുക്ക് സുറുക്കാണ് വേണ്ടത്. സുറുക്കെന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകത്തില്ല, വിനാഗിരി. അത് തന്നെയാണ് സുറുക്ക്. നമുക്കൊരു 3-4 അടപ്പോളം സുറുക്ക്, അതായത് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ അതിന് ഇത് വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കിനി അരച്ചിട്ട് കാണാം. അപ്പം നമ്മൾ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ആകെ ഞാൻ 4 കിഴങ്ങ് മാത്രമേ എടുക്കുന്നുള്ളൂ, അതിൽക്കൂടെയൊക്കെ വേണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കിഴങ്ങാണെങ്കിലും 5 കിഴങ്ങാണെങ്കിലും നമ്മൾ തോനെ ഇട്ടെങ്കിൽ മാത്രമേ, നമ്മൾ എടുക്കുന്ന കിഴങ്ങിനെക്കാട്ടി തോനെ പേസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ അതിൽ വളരെ ശകലമെങ്കിലും പിടിക്കത്തുള്ളൂ. പിന്നീട് നമ്മൾ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഫുഡ് കളർ ഓപ്ഷനിലാണ്. ഫുഡ് കളർ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. കാരണം അവസാനം എൻ്റെ ഡേയ്സ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് കളറില്ല എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജിട്ടിട്ട് കാര്യമില്ല. ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നില്ല, നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫുഡ് കളർ ഓപ്ഷനിലാണ്. വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട. ഞാനിപ്പോൾ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല. കാരണം
അപ്പം നമ്മൾ അരപ്പം അവിടെ ഇരുന്നോട്ടെ. നമുക്കപ്പം നമ്മുടെ കിഴങ്ങ് ഫുള്ള് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഴങ്ങ് അല്ലാതെ വെളി വെക്കുവാണെങ്കിൽ ഈ വെള്ള കളർ കാണത്തില്ല. ഒരുമാതിരി കറക്റ്റ് ഒരു ഇതിൻ്റെ മണ്ണൊക്കെ വീണ്ടും തൊലിയുള്ള പോലെ തോന്നും. നമ്മൾ വീണ്ടും കുത്തി ഇത് ചെത്തിക്കളയും. പക്ഷെ നമ്മൾ കിഴങ്ങ് തന്നെയായിരിക്കും ചെത്തിക്കളയുന്നത്. അതിനാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ടത്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അപ്പോൾ അതാ നമ്മൾ കിഴങ്ങെടുത്തിട്ടുണ്ട്. നമുക്ക് ഉരച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഉരയ്ക്കുന്ന സാധനം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വരയൊക്കെ അതേപോലെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ചിപ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വരയ്ക്കുന്ന ആ സാധനം വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾക്ക് ആദ്യം മൊത്തം വരച്ചെടുക്കാം. കുറച്ച് ഉരച്ച് ഇതാ ഇതേ കണക്കിന് ലൂസായിട്ട് വേണം കിട്ടാൻ. ഒരുപാട് കട്ടിയായി പോരുത്. കൈ നമ്മൾ പോയി അതേ കണക്കിന് നമുക്ക് ലൂസായിട്ട് വേണം കിട്ടാൻ. ഒരുപാട് കട്ടിയായി പോരുത്. നമ്മൾ ഈ സാധനം വെള്ളത്തിൽ നിന്ന് എടുക്കരുത്. വെള്ളത്തിൽ തന്നെ വേണം അതൊക്കെ. ഇത് മൊത്തത്തിൽ വരച്ചെടുക്കാം. ഈശ്വര അപ്പോൾ ഗൈസ് നമ്മൾ മൊത്തം വരയ്ക്കുന്നൊന്നും നമുക്ക് വീഡിയോയിൽ വരയ്ക്കാനൊക്കത്തില്ല. വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്തായി പോകും, ഭയങ്കര ലോങ്ങായി പോകും. നമുക്ക് അത്രയും പറ്റത്തില്ല. എഡിറ്റും കൂടെ ചെയ്ത് അതിനകത്ത് കുറച്ച് എഡിറ്റ് കയറ്റാനുണ്ട്. എഡിറ്റും കൂടെ കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് ലോങ്ങായി അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് ലോങ്ങായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനിപ്പം ബാക്കി നമ്മൾ വരച്ചെടുത്തിട്ട് മൊത്തം കൂടെ ആയിട്ട് നമുക്കൊന്ന് കാണാം. അപ്പം നമ്മുടെ തൊലക്ക ഹിബു വന്ന് പെട്ടെന്ന് നമുക്കിതെല്ലാം ഉരച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതിലേക്ക് മസാലയാക്കുന്ന പരിപാടിയാണ്. നമുക്ക് മസാല അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വെള്ളം ഒന്ന് കറങ്ങിയെടുക്കാം. വെള്ളം ഫുള്ള് കളയണം. വെള്ളം എല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഫുഡ് കളർ നമുക്ക് വേണ്ട. ഫുഡ് കളർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പം ചിലവരുടെ ഡൗട്ട് ഫുഡ് കളർ ആഡ് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് മാറുമോ, ആഡ് ചെയ്തില്ലെങ്കിൽ ടേസ്റ്റ് മാറുമോ. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, ആഡ് ചെയ്താലും ആഡ് ചെയ്തില്ലെങ്കിലും ടേസ്റ്റ് എല്ലാം ഒരേപോലെ തന്നെയാണ്. നമുക്ക് എല്ലായിടത്തോട്ടൊന്ന് സ്പ്രെഡ് ആക്കാം. പിന്നെ നമുക്ക് ഈ ഒരു പൊട്ടറ്റോ മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് മിക്സിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ഫുള്ള് നമ്മൾ കളയണം. ഇപ്പം തന്നെ നമ്മളെടുത്ത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മസാല ഒന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് മസാല പിടിക്കാൻ കുറച്ച് നേരം റസ്റ്റിനാക്കണം. അപ്പോൾ ഞാൻ ഇത് ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. ഫ്രീസറിലാണ് നമുക്ക് അരമണിക്കൂർ കൊണ്ട് നമുക്കെല്ലാം സെറ്റായിട്ട് എല്ലാം ഫ്രിഡ്ജിൻ്റെ താഴത്താണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ മാക്സിമം 1 മണിക്കൂറെങ്കിലും വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ രണ്ടിടത്ത് നിൽക്കുന്നതിന് നിങ്ങൾ അടുക്കളയിലോ അല്ലെ എവിടെയും ഫ്രിഡ്ജിലല്ലാതെ വെളിയിൽ തന്നെ അടച്ചു വെക്കുകയാണെങ്കിൽ മാക്സിമം 2 മണിക്കൂർ അടച്ചു വെക്കണം. ഞാനിപ്പോൾ ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്ററിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത് സെറ്റായിട്ട് കാണാം. നമുക്ക് ഈ ഒരു കിഴങ്ങ് നമ്മൾ അരമണിക്കൂർ വെച്ചത് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു തുണി നമുക്ക് വേണം. അപ്പോൾ നമുക്കൊരു തുണി അവിടെ വിരിക്കാം. നമുക്ക് അതിനെ കുറച്ച് വെക്കാം. കുറച്ച് ഞാൻ വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഗായ്സ് നമ്മൾ കുറച്ച് വെച്ച് നമുക്ക് ബാക്കി കൂടെ ഫുള്ള് നമുക്ക് നിരത്തി വെക്കാം. അപ്പോൾ ഗായ്സ് ഇത് 2 മിനിറ്റ് മാത്രമേ നമ്മൾ ഉറങ്ങാൻ പറ്റാവൂ. പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യം തുടങ്ങി പോകരുത്. മുടങ്ങി പോകരുത്. അത് നിങ്ങളൊന്ന് സൂക്ഷിക്കുക. പിന്നീട് വറക്കുന്ന സമയത്ത് ചില വറക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഫുള്ളൊന്ന് വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിത് ഏകദേശം അരമണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഓരോന്നായിട്ട് ഇവിടോട്ട് എടുത്തെടുത്ത് വെക്കാം. നമ്മൾ ഈ കിഴങ്ങ് കാണുന്ന നിങ്ങൾ വെക്കുന്നത് ഇതിന് കളറില്ലല്ലോ, കടയിലത്തെ ഇങ്ങനെ അല്ലല്ലോ, കളറുള്ളതല്ലയോ. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറയുന്നത് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കളറില്ലാത്തത്. ഫുഡ് കളർ ആഡ് ചെയ്താൽ ഇത് അത്യാവശ്യം ചുമന്നിരിക്കും. അങ്ങനെ കളറില്ല. അപ്പം നിങ്ങൾ മസാല പിടിച്ച് കാണുമോ, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്.
ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കി വെച്ച് മൊത്തം ഇവിടെ ഇരിക്കാം. മൊത്തം ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഉണക്കണം. അപ്പം ഗൈസ് നമ്മൾ 2 മിനിറ്റ് ഏകദേശം വെച്ചപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് ഉണങ്ങി സെറ്റാക്കി കിട്ടുന്നുണ്ട്. നമുക്കതിന് വറക്കുന്ന കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ എണ്ണ എടുത്തിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞ് വറുത്ത് കോരി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് വരും. കാരണം ക്രിസ്പി ആയിട്ട് വരില്ല. വറക്കുമ്പോൾ ചൂടുള്ളപ്പോൾ മാത്രമേ ക്രിസ്പ് ഉള്ളൂ. എന്താണെന്ന് ചോദിച്ചു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കിഴങ്ങാകുന്ന ചൂടായ കളച്ച് വെച്ച് എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്ലെയിം നമ്മൾ ഓരാക്കുക. അതുപോലെ തന്നെ ഒത്തിരി ഒന്നും മരിക്കോഴി ഇടരുത്. വളരെ കുറച്ച് മാത്രം ഇടുക. അപ്പം നമ്മൾ ഇത് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒരു 15 മിനിറ്റെങ്കിലും എടുത്തിട്ട് വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സമയം എടുക്കണം. അതായത് നമുക്ക് ഇത് നമ്മൾ വറുത്ത് വന്നതിന് നമുക്ക് കരിഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു പരുവം വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഞാൻ വീണ്ടും പറയുകയാണ്, കമൻറ്റ് സെക്ഷനിൽ കളറില്ലെന്ന് പറഞ്ഞ് മാത്രം ആരും കമൻറ്റ് ഇടരുത്. കാരണം ഞാൻ വീണ്ടും ഞാൻ എടുത്തെടുത്ത് ഞാൻ പറഞ്ഞു കളർ ഓപ്ഷണലാണ്. ഫുഡ് കളർ വേണ്ടവർക്ക് ആഡ് ചെയ്താൽ മതി. ഫുഡ് കളർ ഞാൻ ആഡ് ചെയ്യുന്നു. നമ്മൾ മറ്റേ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ ലേസ് ഉണ്ടാക്കിയ വീഡിയോയിൽ റെഡ് കളർ ഉണ്ടാക്കിയതിനകത്തിൽ ഞാൻ ഈ ഒരു ടിപ്പ് പറഞ്ഞ പോലെ പലവരും ഞാൻ അന്ന് ആ പറഞ്ഞ പോലെ ചെയ്തിട്ട് പലവരും കമൻറ്റ് ഇട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നു, നല്ല കറുമുറയായിരുന്നു അതുപോലെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് നീല ലേസ് ചെയ്തത്. ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ കളർ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിൽ വെള്ള കളർ കാണുന്നത്. നമുക്ക് കുക്ക് ചെയ്തെടുത്തിട്ട് കാണാം. നമ്മുടെ ഈ ഒരു ലേസ് മുന്നിൽ കിടക്കാൻ പാകത്തിന് മാത്രം എണ്ണ ഒഴിക്കുക. കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കരുത്. നമ്മൾ ഇങ്ങനെ വെന്തോണ്ടിരിക്കുന്നു ഒരു കഴിയുന്ന കരുവായെങ്കിൽ മാത്രമേ നമുക്ക് കോരാൻ പറ്റത്തുള്ളൂ. കരുവാകുന്ന വിചാരിക്കും. ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇത് വെന്ത് കിട്ടണം. നമ്മൾ സമയമെടുത്ത് തന്നെ ചെയ്യണം. ഇത് നമ്മൾക്ക് വറക്കണം മുഴുവനും കാണിക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സമയം എടുത്തിട്ടാണ് ഫുള്ള് നമ്മൾ തീർക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഇട്ട ലേസ് ഒന്ന് കഴിവായി വന്നിട്ടുണ്ട്. നമ്മൾ കോരി എടുക്കാം. ഇതിലോട്ട് ബാക്കി നമുക്ക് ഇനി ഓൺ ചെയ്യാൻ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാറ്റണം. ആ ഒരു പണിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഉണ്ടാക്കി നമ്മൾ കോരി മാറ്റാം. കുറേ സമയം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മള് ഇപ്പം വറുത്തെടുത്ത് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയത് വറുത്ത് വന്നപ്പോൾ. അപ്പം ഇത് തികച്ചും ഹോൺ ആണ്. ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. കണക്കാണ്. അവർ വറുത്തിട്ട് അതിൽ ഒന്നിൻ പൗഡർ ഗാർലിക് പൗഡറൊക്കെ അവർ ആഡ് ചെയ്യും. അതൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചു തന്നത്. നമ്മൾ കളറും വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് വേണ്ടതാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിച്ചത്. കളർ നമുക്ക് ഓപ്ഷനാണ്. വേണമെങ്കിൽ ചോദിച്ചാൽ
അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയ വീഡിയോ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരി സൈനിങ് ഓഫ്. അപ്പോൾ ഇത് നമുക്ക് 90% പെർഫെക്റ്റ് പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ടേസ്റ്റിനുള്ള ആർട്ടിഫിഷ്യൽ അനിയൻ പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം നാച്ചുറലാണ്. ഒരു 90% നമുക്ക് പറയാം. ടേസ്റ്റൊക്കെ വേറെ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. സൈനിങ് ഓഫ് ഫ്രം എമിനെ വ്ളോഗ്സ്.